അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദെ, ആ രാത്രി ഉറക്കം വന്നതേയില്ല. അതെ, ആ പിഞ്ചുമക്കൾ ഖുർആൻ പാരായണം ചെയ്യുന്നതും അവരുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലാം കൂടി ഓർത്തപ്പോൾ ഉസ്താദിന് തോന്നി, റബ്ബേ, ഇല്ല, ഒരിക്കൽ പോലും ആ, അവർ എന്തൊക്കെ തന്നെയാലും അവർ പാവങ്ങളാണ്, അവർ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന ഒരു ആളുണ്ടല്ലോ. ഫൈസി ഉസ്താദ് പറഞ്ഞ ആ ഒരു പുത്തൻ വീട് തറവാട്ടുകാരോ, അങ്ങനെ എന്തോ എന്നുള്ളത്. അങ്ങനെ ഫൈസി ഉസ്താദിനോട് കാര്യങ്ങൾ പറയുന്നു. ഫൈസി ഉസ്താദെ, ഇന്ന് വല്ലാത്തൊരു ദയനീയമായൊരു കാഴ്ച കണ്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ആ ഒരു കാഴ്ച കണ്ടപ്പോഴത് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന രണ്ട് മക്കൾ, ചെറിയ മക്കളാണ്, പക്ഷേ എങ്കിലും ഞാൻ അവരുടെ ആ മനസ്സിൻ്റെ ഒരു ഈമാനാണ് നോക്കുന്നത്. രണ്ട് മക്കളും മുഖമക്കനെയൊക്കെ ധരിച്ചുകൊണ്ട് അവിടെ ഖുർആൻ പാരായണം ചെയ്തിരിക്കുന്ന മനോഹരമായ ദൃശ്യം കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ഒന്ന് പിടച്ചുപോയി. പക്ഷേ അവരുടെ വീടിൻ്റെ കാര്യമാണെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ്, പരിതാപകരമായ അവസ്ഥ. അവിടെ പിതാവിനെ ഒന്നും കണ്ടില്ല. ഒരു മാതാവ് പുറത്തേക്കും വന്ന് അതുപോലെ അകത്തേക്ക് പോവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അവരാരും ഇങ്ങനെ അന്യപുരുഷന്മാരുടെ ഇടയിലേക്കൊന്നും വരാത്തതാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് സൂക്ഷ്മതയോടെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാണ് എന്ന് തോന്നുന്നു. എനിക്ക് അതാണ് തോന്നുന്നത്. അങ്ങനെ ഫൈസി ഉസ്താദ് എല്ലാം കേട്ടു. അതെ, ഷമ്മാസ്, ഐഷുമ്മ ഇതിനെ ഒരു പരിഹാരം ഉണ്ടാക്കാതിരിക്കില്ല. എന്നാൽ പിറ്റേന്ന് തന്നെ അവർ നേരെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോവുകയാണ്. മക്കളെയും ഒന്ന് കാണാം എന്ന് സെമീറ പറഞ്ഞിരുന്നു. അതെ, മക്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. പലതവണ ചോദിക്കാറുണ്ട് മക്കളെ കൊണ്ടുപോട്ടെ, പക്ഷേ എങ്ങനെ, അമ്മിഞ്ഞയുടെ ആൾ ഇവിടെയാണല്ലോ എന്ന് കരുതിയിട്ട് അവിടെ ഇടയ്ക്കൊക്കെ അവരൊന്ന് വന്ന് കണ്ടുപോകും. അതവർക്കൊരു സന്തോഷവും സമാധാനമാണ്. ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ചെറിയ മക്കളുള്ള വീട് അത് ബർക്കത്തുള്ള വീടാണ് എന്നുള്ളത്. എന്നാൽ അന്നതാ നമ്മുടെ സമീറയും ഉസ്താദും പുത്തൻവീട് തറവാട്ടിലേക്ക് പോവുകയാണ്. അതെ, ഉസ്താദിൻ്റെ മനസ്സിൽ പല പല കാര്യങ്ങളുണ്ട്, എല്ലാം ഒന്ന് വിശദീകരിച്ച് പറയണം. അങ്ങനെ അവർ അവിടേക്ക് പോകുന്നു. ഐഷു അതെ കുഞ്ഞുമക്കളെ കാണുവാൻ വേണ്ടി കൊതിക്കുകയാണ്. കാരണം നവാസിൻ്റെ മക്കൾ ഗൾഫിൽ പോയതിന് ശേഷം ഐഷുവിനിപ്പോൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കളാണ് അവളുടെ ജീവൻ്റെ ജീവൻ. അവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും തിരക്കാണ്. സത്യം പറഞ്ഞാൽ ആ മക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാണ്. എന്നാൽ അതിനിടക്ക് അവൾ സമീറയുടെ വയറിലും പിടിച്ചു നോക്കൂ. ഉമ്മച്ചിന് കുട്ടി വരാനായോ? എൻ്റെ കുഞ്ഞുവാവ് ഇനി എന്നാ വരിക? എന്നാൽ അത് കേൾക്കുമ്പോൾ അത് സമീറാക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. റബ്ബേ, ഐഷുമോളെ ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, അവൾ എൻ്റെ പൊന്നു മോളാണ്. അള്ളാഹുവേ, ഇനിയുള്ള മക്കൾ അള്ളാഹു റഹ്മാനെ അവരെ നല്ല രീതിയിൽ കാണാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. നീ എന്താ വിഷമിച്ചിരിക്കുന്നേ? ഒന്നും മിണ്ടാതെ ഉസ്താദ് ചോദിക്കുന്നു. സമീറ പറഞ്ഞു, ഉസ്താദേ, അത് ഐഷു ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അത് കേൾക്കുമ്പോഴേ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷമാണ്. എന്ന് വരും മക്കൾ എന്നുള്ള രീതിയിൽ. എന്നാൽ ഐഷുവിനായിട്ട് ഉസ്താദ് പറയുന്നു, മോളെ ഐഷു, എന്തൊക്കെ തന്നെയല്ലോ ഇൻഷാ അല്ലാ കുറച്ച് കഴിഞ്ഞാൽ വരും കേട്ടോ. അള്ളാഹുവിനോട് കുഞ്ഞി കൈകൾ കൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. പടച്ച റബ്ബ് നമുക്ക് നൽകുന്ന എൻ്റെ പൊന്നു മോൾക്ക് കുഞ്ഞനിയത്തിമാരുണ്ടാവും, കുഞ്ഞനിയന്മാരുണ്ടാവും. അപ്പോൾ എത്ര കുട്ടികളാണ്? 2 മക്കളുണ്ടാവും ഇൻഷാ അല്ലാ. കുഞ്ഞിക്കൈകൾ കൊണ്ട് ദുആ ചെയ്യണം കേട്ടോ, ഒരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഐഷു വളരെയധികം സന്തോഷത്തിലായിരുന്നു. അത് തൻ്റെ ഉമ്മച്ചിക്ക് വയറിൻ്റെ ഉള്ളിൽ 2 കുട്ടികളുണ്ട് എന്നുള്ള ആ ഒരു സത്യാവസ്ഥ പറഞ്ഞത് നമ്മുടെ ഉസ്താദ് തന്നെയായിരുന്നു. അതെ മോൾക്ക് എന്ത് കുട്ടിയാണ് വേണ്ടത്? എനിക്ക് 2 കുട്ടികളും വേണം, ആൺകുട്ടിയും വേണം പെൺകുട്ടിയും വേണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ? ഒന്നല്ല നമുക്ക് പഠിച്ചോന്ന് തരിക? അല്ല എനിക്ക് എന്നാൽ മോള് കേട്ടോ, മോൾക്ക് 2 കുട്ടികൾ വരാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഐഷുവിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒരുപാട് ചുംബനങ്ങൾ നൽകിക്കൊണ്ട് അങ്ങനെ അവർ പുത്തൻ വീട് തറവാട്ടിൻ്റെ ആ വലിയ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോവുകയാണ്. കാര്യങ്ങളെല്ലാം പറയണം എന്നായിരുന്നു ഉദ്ദേശം. എന്നാൽ ഐഷുമ്മ ആ കോലായിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് രാവിലെ തന്നെ നമ്മുടെ സമീറയും ഉസ്താദും വരുന്നത് കണ്ട ഐഷുമ്മക്ക് വല്ലാത്തൊരു സന്തോഷമായി. അല്ലാ, ആരേ വരുന്നത്? മോളെ ഐഷു, എവിടെ മമ്മാനെ കുട്ടികൾ കയറിക്കോളി, മോളെ കയറ്.
ഉസ്താദ് കയറിയിരിക്കുക. അല്ലാ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു, നിങ്ങളെ ഒന്നും കൂടി നോമ്പ് തുറപ്പിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച്. ഉമ്മ ഇനി ഇവിടെയല്ല, ഇനി അവിടെ. അതിന് വിളിക്കാനും കൂടി വേണ്ടിയിട്ടാണ് സമീറ വന്നത്. ആ നമുക്കിനി ഫ്ലാറ്റിലൊന്നും നോമ്പ് തുറക്കാമല്ലോ, എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. മോനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാ, അതൊക്കെ സന്തോഷമേ ഉള്ളൂ. ഉമ്മ എന്താ ഖുർആൻ ഓതിക്കോളി ഉമ്മ, ഞാൻ മക്കളടുത്തുനിന്ന് പോയിക്കട്ടെ. മോളെ എന്തൊക്കെ തന്നെയാലും ഉമ്മമാരായിട്ട് എൻ്റെ കുട്ടിക്ക് പലരും ഉണ്ടല്ലോ, അതും വലിയ സന്തോഷം തന്നെ എന്നെ. സമീറ അതാ ഉസ്താദിൻ്റെ അരികിലായി നിന്നുകൊണ്ട് പറയുന്നു. അതെ മറ്റേ കാര്യങ്ങൾ ഇൻഷാ അല്ലാ പറയാം. ഏതായാലും ഷമ്മാസ് ഇവിടെ എല്ലാം തോന്നുന്നു ഇപ്പോൾ വരുമായിരിക്കും, വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന്. അങ്ങനെ അതാ ഐഷും ഖുർആൻ പാരായണം എല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും ഒരു കുഞ്ഞുണർന്നു. അത് സന്തോഷത്തോടു കൂടി അവൾ അതിനെ പോയി എടുത്തു. അത് നവാസിൻ്റെ കുഞ്ഞല്ലായിരുന്നു, അത് ഷമ്മാസിൻ്റെ കുഞ്ഞായിരുന്നു. അത് പൊന്നു മോള് ഫാത്തിമ കുട്ടിയെ അവൾ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ചു. ഉമ്മ മോനെപ്പോഴാ ഉറങ്ങിയത്? മോനും മോളെ സുബീൻ്റെ മുമ്പൊന്ന് ഉണ്ണീനു, പിന്നെ അതെല്ലാം ഉറക്കിയതാണ്. ആ പിന്നെ നുസിൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വരാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയി പോരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് പറഞ്ഞാൽ പറ്റൂല എന്നാണ് പറഞ്ഞത്. എല്ലാവരും വേണം, നിങ്ങളൊക്കെ വേണം, കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. കാരണം പുതിയൊരു വീട് അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ വീട് കാണാനും വിളിക്കുന്നുണ്ട്, നോമ്പ് തുറക്കലും ആയി. ആ ശരി മാഷാ അല്ലാ. അവിടെ അടുത്ത് തന്നെയാണ് ഉമ്മ? ആ മോളെ അവിടെ അടുത്ത് തന്നെയാണ്. കാരണം പറ്റ പാവങ്ങളായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ എന്നാലും ഒരപ്പാക്ക് വലിയതില്ല. ഉപ്പ പറയണത് ആ വീട് തന്നെ മതി, അതന്നെ പോരെ എന്നൊക്കെ പറയണത്. അപ്പോൾ ഏതായാലും മക്കളും ഒക്കെ വലുതായൊക്കെ വരില്ലേ, അവർക്ക് വീട് റൂമൊക്കെ വേണമല്ലോ. പിന്നെ ആ പഴയ ഓടിട്ട വീട് പറ്റായും ചെയ്തിരിക്കണം. പക്ഷെ ഉപ്പാക്കൊരു ഇടങ്ങാറ് പൊളിക്കുമ്പോൾ, ഇല്ലാത്ത കാലത്ത് നമുക്ക് ഇത് കൊട്ടാരായിരുന്നു എന്നൊക്കെയാണ് മൂപ്പര് പറയണത്. വന്ന വഴി മറക്കാത്തവരാണ് ചിലവല് അങ്ങനെ അല്ലല്ലോ. ഏതായാലും പടച്ചറബ് കാത്ത് രക്ഷിക്കട്ടെ. ആ ഉമ്മ ഉസ്താദിന് എന്തൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞതിന്. ഷാമോൻ എപ്പോഴും വരിക? ഷാമോന് മോനെ മോളെ നടക്കാൻ പോയതാണ്, ഇപ്പോൾ വരും കേട്ടോ. ഇപ്പോൾ വരും, ഇരിക്കും ഉസ്താദ്. ഇപ്പോൾ ചായയും വെള്ളവും തരാനൊന്നും ഇല്ലല്ലോ, മറ്റേത് ചായയും വെള്ളം എടുക്കാൻ. ഉമ്മ ഏതായാലും വല്ലാത്തൊരു സന്തോഷം തന്നെ. അല്ലമ്മ ഇവിടെ നിന്നിരുന്ന റാഹില ഓള് പോയടി, ഓൾ 2-3 ദിവസം നിന്നു, ഓള് പിന്നെ പോയി. ഏതാ ഒന്നും അറിയില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു പോയി. ഏതായാലും നമ്മളിവിടെ കയറി വന്നപ്പോൾ നല്ല രീതിയിൽ ഓളെ സഹായിച്ചിക്കണ്, ഓൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തിക്കണ്. ഞാൻ ഒരിക്കലും ഒരാളെ മടക്കി വിട്ടിട്ടില്ല മോളെ. വലിയ കുഴപ്പക്കാരൊന്നുമല്ല, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഓൾക്ക്. ഏതായാലും പഠിച്ച റബ്ബി ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു നന്നാക്കിയാൽ വിചാരിച്ചാൽ, നമ്മൾ മനുഷ്യന്മാർ എത്ര നന്നാക്കാൻ വിചാരിച്ചാലും ആരും നന്നാവില്ല. പഠിച്ച റബ്ബ് വിചാരിച്ചാൽ മാത്രമേ നന്നാവുള്ളൂ അല്ലേ? എന്നാൽ ഐഷും ഉസ്താദിനോട് പറഞ്ഞു, അല്ല ഉസ്താദേ ഇന്നത്തെ ക്ലാസ് ഇപ്പം ഇനിയിപ്പോൾ എന്താ എങ്ങനെയാണ്? ഇൻഷാ അല്ലാ ഒന്ന് വെക്കണം വിചാരിക്കുന്നുണ്ട്. അതായത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനാണല്ലോ അല്ലേ ഇന്ന്. അത് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചൊരു നമുക്ക് നല്ലൊരു ക്ലാസ് തന്നെ വെക്കണം ഇൻഷാ അല്ലാ. എന്തൊക്കെ തന്നെ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഷാമോൻ കൂടി വരട്ടെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ജോഗിങ് കഴിഞ്ഞ് ഷാമോൻ എത്തി. ഷാമോനെ ഈ നോമ്പ് നോറ്റാലും നമുക്ക് ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളല്പം എക്സസൈസൊക്കെ ചെയ്യേണ്ട ഉസ്താദ്. അത് ശരിയാണ്, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നോമ്പിന് പലർക്കും മടിയായിരിക്കും. ഷമ്മാസ് ഒന്ന് ഫ്രഷായി. ഉസ്താദേ ഇരിക്കട്ടോ, ഇരിക്കി. സന്തോഷം. ഞാൻ നിങ്ങൾ വരണേ വിചാരിച്ചിട്ടില്ല. പിന്നെ ഷാമോനെ ഉസ്താദേ വരി. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, റാഹത്തല്ലേ? എന്നും പള്ളിയിൽ നിന്ന് കാണുന്നതല്ലേ, പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയല്ലേ. എന്നാലും ഓരോ സമയത്ത് ഓരോ വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ. ഷാമോനെ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്നലെ ഒരു അബൂബക്കർ എന്ന പേരിൽ ഒരാൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതെന്താ ഉസ്താദേ? അവന് എൻ്റെ കൂട്ടുകാരൻ ഫ്രണ്ട്, അവന് വാഫി ഉസ്താദ്, അവന് അന്വേഷിക്കാൻ പോയ വഴിയിൽ ദയനീയമായൊരു കാഴ്ച കണ്ടു. അതെ, അത്യധികം സങ്കടപൂർണമായൊരു കാഴ്ച. 2 പെൺകുട്ടികൾ അവിടെ ഇരുന്ന് വീടിൻ്റെ മുറ്റത്തിരുന്ന് ഖുർആൻ ഓതുകയാണ് പുറത്തിരുന്നിട്ട്. സത്യം പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോമ്പിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ കാണും. അതുമാത്രമല്ല ആ തെരുവിലാകെ ഒരുപാട് കുട്ടികളിങ്ങനെ വിശന്ന് വലഞ്ഞു നിൽക്കുന്ന കുട്ടികളായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതൊരു ചെരുപ്പ് പോലും ഇടാത്ത അവസ്ഥയിൽ. അവർക്ക് നല്ല പട്ടിണിയുണ്ട്. പക്ഷെ മുസ്ലിംസും ഉണ്ട് കേട്ടോ. എനിക്കെന്താ ഞാൻ പറയാം, എന്നോട് ഉസ്താദ് പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ശരിക്കും ആ ഒരു കാഴ്ച കണ്ട പോലെ തോന്നി. നമുക്കൊന്ന്
കാണാൻ പോകാൻ പറ്റുമോ? പിന്നെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലുമൊക്കെ. എന്നാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ ഉസ്താദെ ഇപ്പോഴും അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ? നമ്മളിവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇൻഷാ അല്ലാ തീർച്ചയായും നമുക്കൊന്ന് കാണാൻ പോയാലോ? അതെ, എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പോഴൊക്കെ ഐഷുമ്മ അങ്ങോട്ട് വന്നു. എന്താ മോനെ? അതുമ്മ പാവപ്പെട്ട മുസ്ലിംസ് കുറേ കുട്ടികൾ അവിടെ വഴിയോരത്തിരുന്ന് അങ്ങനെ ഇങ്ങനെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന കുട്ടികളെ കണ്ടപ്പോഴും ഉസ്താദിന് വല്ലാത്തൊരു അതിശയം തോന്നി. ഉസ്താദ് അതിൻ്റെ ഫോട്ടോ ശേഖരിച്ച് കൊണ്ടുവന്നു. ഉസ്താദാണെങ്കിൽ ഈ കാര്യമെല്ലാം പുത്തൻവീട് തറവാട്ടിൽ പറഞ്ഞപ്പോൾ ഐഷുമ്മയുടെ മനസ്സിലും വല്ലാത്തൊരു അലിവ് തോന്നി. പാവം മക്കള്, അതാരായിരിക്കും? എന്തൊക്കെ തന്നെയാലും നമ്മളിവിടെ ഇത്രയും സുഖസുന്ദരമായി കഴിയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പാവപ്പെട്ട എത്രയോ ആളുകൾ എവിടേക്കോ ജീവിക്കുന്നുണ്ടാകും. അത് ഖുർആൻ പാരായണം ചെയ്യുന്ന 2 മക്കളെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നോമ്പുകാരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും. മോനെ ഷാമോനെ, നമ്മളെ കൊണ്ട് കഴിയണ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് വേഗം ചെയ്തു കൊടുക്കും മോനെ. നല്ലൊരു ദിവസമായിട്ട് എന്തായാലും ഉസ്താദ് പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോൾ അത് വല്ലാത്തൊരു സങ്കടമായി മനസ്സിലേക്ക്. മോനെ, ഉസ്താദിനെ വേഗം ഒന്ന് വിളിക്കണം. തൻ്റെ കൂട്ടുകാരനായ വാഫി ഉസ്താദിനെ വിളിക്കുകയാണ് ഫൈസി ഉസ്താദ്. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ. അതെ ഉസ്താദേ, പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആളുകളെന്ന് വെച്ചാൽ അങ്ങനെയാണ്, നല്ല ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരെ കാര്യത്തിലൊന്നും ഒരു വിഷയമൊന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും ആ കാര്യമൊക്കെ. എന്നാൽ അത് കേട്ടപ്പോൾ വാഫി ഉസ്താദിന് വല്ലാത്ത സന്തോഷമാണ് ആയത്. റബ്ബേ, ഞാൻ ഇന്നലെ കണ്ടുവന്ന ആ കുട്ടികൾ അവരുടെ ദയനീയമായ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ അതെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, അല്ലാഹുവേ എങ്ങനെയെങ്കിലും ഈ മക്കളെ ഒന്ന് സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. എന്നാൽ ഈ സമയം അത് ഷമ്മാസ് ഉസ്താദിനെ വിളിച്ച് പറയുന്നു, അതെ പിന്നെ ഞാൻ ഉസ്താദിൻ്റെ നമ്പർ തന്നാൽ ഞാൻ പോയിക്കോളാം അങ്ങോട്ട്. ഉസ്താദ് ഇപ്പോൾ തൽക്കാലം വരണ്ട. കാരണം ഇവിടെ സെമീറയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ പിന്നെ മക്കളും ഒക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പോയിക്കോളാം എന്നാണ്. പിന്നെ പള്ളിയിലെ നിസ്കാരം അതുപോലെ ബാങ്ക് വിളിക്കൽ അതൊക്കെ ഒരു തടസ്സമായി ഒരാൾ നിർത്തേണ്ടി വരൂലേ തൽക്കാലം. എന്നാൽ ഉസ്താദിനെ കേട്ടപ്പോൾ ആശ്വാസം തോന്നി. ഷമ്മാസ്, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇതെല്ലാം ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു. ഷമ്മാസിൻ്റെ മനസ്സ് അങ്ങനെയാണെങ്കിൽ. എന്നാൽ ഈ സമയം അത് ഐഷുമ്മ പറഞ്ഞു, പൊന്നു മോനെ കേട്ടിട്ട് എനിക്ക് പൂതിയുണ്ട് മോനെ, ഒന്ന് ഓലെ കാണാനും നേരിട്ട് കാണാനും ഓലെ സ്വീകരിക്കാനൊക്കെ നല്ല ആഗ്രഹമുണ്ട് മോനെ എനിക്ക്. എന്നാൽ അത് നവാസിൻ്റെ കുഞ്ഞും അവിടെ ഉണ്ടായത് കൊണ്ട് നുസൈബക്കും അത് ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അത് ഉമ്മ പറയുന്നു, മോനെ എന്നാ ഉമ്മ പിന്നെ പൊയ്ക്കോളാം. കാരണം സമീറയാണെങ്കിൽ അവളും ഗർഭിണിയാണ്, അതുപോലെ മക്കളൊക്കെ ആയിട്ട് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാല് ഉമ്മാന്റെ കുട്ടി പോയിക്കോളി, നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെ പോണട്ടോ. അങ്ങനെ അതാ ഷമ്മാസ് ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ ഉമ്മ ഷാമോനെ വിളിച്ചു, ഷാമോൻ ഇങ്ങോട്ട് വാ. എന്തോ ഉമ്മ? നേരെ ഉമ്മ അതാ കൊണ്ടുപോയത് ഉമ്മയുടെ റൂമിലേക്കായിരുന്നു. ഉടനെ തന്നെ ഉമ്മയുടെ അലമാര തുറന്നു. മോനെ ഇവിടെ വാ. എന്തോ ഉമ്മ? കുറച്ച് ക്യാഷ് എടുത്തോ. ഉമ്മ എൻ്റെ കയ്യിലിപ്പുണ്ട്. അല്ല മോനെ എടുത്തോ. അല്ലമ്മ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോൾ ആവശ്യമില്ല, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അല്ല മോനെ, കുറച്ച് എന്തെങ്കിലും കയ്യിൽ കൊടുക്കാൻ ഗൂഗിൾ പേയിൽ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കുട്ടികളാവുമ്പോഴും പാവങ്ങൾ ആര് തന്നെ കണ്ടാലും കയ്യിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും കൊടുക്കണം. കയ്യിൽ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. ചെറിയ കുട്ടികൾക്കൊന്നും ഇപ്പോൾ ഗൂഗിൾ പേയും അക്കൗണ്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ഉമ്മാൻ്റെ കുട്ടി അത് കുറച്ച് കയ്യിൽ പിടിച്ചോളി. എന്നാൽ ഷമ്മാസിന്റെ കൈകളിൽ അത് ക്യാഷ് ഉണ്ടായിരുന്നില്ല. അവന്റെ ക്യാഷ് എല്ലാം അക്കൗണ്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ പറഞ്ഞു, മോനെ കയ്യിൽ കുറച്ച് ക്യാഷ് എപ്പോഴും കരുതണം. എല്ലാം എപ്പോഴും ബാങ്കിലുണ്ടെന്ന് കരുതി വിശ്വസിച്ച് പോകാൻ പറ്റൂല. ഇനി ഒരു പക്ഷേ ചിലയിടത്ത് റേഞ്ച് ഇല്ലാത്ത സ്ഥലമോ അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ട് ചാർജ് അങ്ങനെ എന്തൊക്കെയൊക്കെ ആയാലും ഇനിയിപ്പോൾ കയ്യിലൊന്നും രേഖകളൊന്നും ഇല്ലെങ്കിലും അത് കയ്യിൽ എപ്പോഴും കുറച്ച് പിടിക്കണം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അതാ ഉമ്മയുടെ അലമാരയിൽ നിന്ന് നോട്ട് കെട്ടുകൾ എടുത്ത് അവന്റെ കൈകളിൽ കൊടുക്കുന്നു. പിന്നെ എന്ത് വേണമെങ്കിലും എന്ത് ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കണം കേട്ടോ. എന്തായാലും ഉമ്മാനെ കുട്ടിത് ഉമ്മ ഇത് ഞാൻ എന്നാ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തോളാം. വേണ്ട ഷമ്മാസേ, എന്നത് പിടിക്ക്. എന്നിട്ട് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചറിയിക്കട്ടോ, അതിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാം. അങ്ങനെ അതാ ഷമ്മാസിനെ ഉമ്മ പറഞ്ഞയക്കുകയാണ്.
അതെ കോയമ്പത്തൂരിൽ ഉസ്താദിന്റെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത്. എന്നാൽ ഒരിക്കൽ പോലും അവരറിയുന്നില്ല സൗദ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം. ഷമ്മാസ് ഉമ്മയോടും നുസൈബയോടും സലാം പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്നു. 2 മക്കളെയും ഐഷുവിനെയും ചുംബനങ്ങൾ നൽകിക്കൊണ്ട് പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ്. എന്നാൽ ആ നിമിഷം ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ, എന്തൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് എൻ്റെ കുട്ടി ഇറങ്ങണത് റബ്ബേ, അതൊന്ന് പൂർത്തീകരിച്ച് വരാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമായി ഫൈസി ഉസ്താദിനും തോന്നി. അതെ, ആരെങ്കിലും പാവപ്പെട്ടവർ, വേദന അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ ഓടിയെത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഷമ്മാസും ഐഷുമ്മയും. അതെ, ശരിക്കും ഐഷുമ്മക്ക് പോകാനും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഐഷുമ്മ സിറ്റുവേഷൻ അനുസരിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ മക്കളെ ഒന്ന് കാണാൻ, അവരെ ഒന്ന് തലോടാൻ, അവരുടെ കൈകളിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ ഐഷുമ്മക്ക് നല്ല ആഗ്രഹമാണ്. അതൊക്കെ അത് ഐഷുമ്മയുടെ മനസ്സിന്റെ ഉള്ളിലെ വല്ലാത്തൊരു സ്വപ്നവുമാണ്. അത് അൽഹംദുലില്ലാ ഇപ്പോഴും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ കോയമ്പത്തൂര്, നുസൈബ, മക്കൾ എല്ലാം കൂടി ആലോചിക്കുമ്പോഴേ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഐഷുമ്മ അതിനുള്ള ഓഹരി ഷമ്മാസിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഷമ്മാസ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഐഷുമ്മ ദുആ ചെയ്യുന്നു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്നുള്ള ആയത്തുകൾ ഓതിക്കൊണ്ട്, അല്ലാഹുവേ, എൻ്റെ പൊന്നുമോൻക്ക് നീ 2 മലക്കുകളെ ഇറക്കി കൊടുക്കണേ അല്ലാ, അവൻ എന്ത് ആഗ്രഹം വെച്ചാണ് പോകുന്നത് അതെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്ക് റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് യാത്രയിലാണ്. പോകുന്നതിന് മുമ്പ് ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതെ, എൻ്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം വാഫി ഉസ്താദിനോട് വിളിച്ചു പറഞ്ഞു. ഷമ്മാസ് യാത്രയിലാണ്. അതെ, പാവങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിൽ ഒരുപാടുണ്ട്. പക്ഷേ അവരെല്ലാം കണ്ടെത്തി എന്തെങ്കിലും കൊടുക്കുവാൻ കഴിഞ്ഞാൽ റബ്ബേ, അത് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും, അതൊരു സന്തോഷമായിരിക്കും. ഷമ്മാസ് യാത്രയിലാണ്. എന്നാൽ അന്ന് വൈകുന്നേരം ഉസ്താദ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയെ കുറിച്ച് പറയുകയാണ്. ഐഷമ്മക്കൊന്നും ക്ലാസ്സിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ വീട്ടിൽ തന്നെ ഇരുന്ന് കേൾക്കുകയാണ്. അന്ന് പതിവ് പോലെ ഉസ്താദ് ക്ലാസ് തുടർന്നു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കൊച്ചനിയന്മാരെ, അനിയത്തിമാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങൾ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? എന്താണ് ഇന്നത്തെ പ്രത്യേകത? എല്ലാവരും കൂട്ടത്തോടെ വിളിച്ചു പറയുകയാണ്. അതെ, ഇന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാണ്. അതെ, ഖദീജ ബീബി ആരാ? എന്താണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത് അറിയോ? അള്ളാഹു എന്നോട് നിനക്ക് ഈ ഭൂമിയിൽ എന്ത് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് എൻ്റെ ഖദീജയെ വേണമെന്നായിരിക്കും. അത്രക്കു സ്നേഹമായിരുന്നു ഹബീബിനോട്. റമളാനിൻ്റെ 10-ാം ദിവസം ഇന്ന് നമ്മൾ ഓർക്കുന്നത് മഹാനായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയും ഇസ്ലാമിൻ്റെ ആദ്യത്തെ വിശ്വാസിനിയുമായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. അവരുടെ ജീവിതം ഒരു കഥ മാത്രമല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രകാശം, സഹനത്തിൻ്റെ ശക്തി, ഭർത്താവിനോടുള്ള സത്യസ്നേഹത്തിൻ്റെ ഉദാഹരണം കൂടിയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ പ്രശസ്തയായ, സമ്പന്നയായ, മാന്യയായ ഒരു വ്യാപാരിയായിരുന്നു. പുരുഷന്മാരെക്കാൾ ധൈര്യവും ബുദ്ധിയും അവർക്കുണ്ടായിരുന്നു. അവർ സത്യസന്ധതയും വിശ്വാസ്യതയും നോക്കി ആളുകളെ തിരഞ്ഞെടുക്കും. അങ്ങനെ തന്നെയാണ് അവർ അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്ന യുവാവായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ വ്യാപാരത്തിന് നിയോഗിച്ചത്. ഞാൻ ഈ കഥ പറയുമ്പോൾ പലർക്കും ഇഷ്ടക്കേടുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഈ കഥ പറയുന്നതും കേൾക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആ മഹദിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് നമുക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്നാൽ അവരുടെ മനസ്സ് ശുദ്ധയായിരുന്നു. അവർ സമ്പന്നയായിരുന്നെങ്കിൽ അവർക്ക് ഒരു തരി അഹങ്കാരമില്ലായിരുന്നു. ദരിദ്രരെ സഹായിക്കുവാനും നല്ലത് ചെയ്യാനും അവർ എപ്പോഴും മുന്നിലെത്തിയിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചപ്പോൾ അത് സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ഒരു ബന്ധമായിരുന്നു. അവർ ഭർത്താവിനെ വിശ്വസിച്ചു. അവർ മുത്ത് ഹബീബിനെ പ്രോത്സാഹിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ലഭിച്ചപ്പോൾ ഇറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വിറച്ചെത്തിയപ്പോൾ ഹബീബിനെ ആശ്വസിപ്പിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അല്ലാഹ് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിങ്ങൾ സത്യം സംസാരിക്കുന്നവനാണ്, ബന്ധുക്കളെ ചേർത്ത് പിടിക്കുന്നവനാണ്,
ദരിദ്രരെ സഹായിക്കുന്നവനാണ്. അവരുടെ വാക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയധികം ആത്മവിശ്വാസമായി. ഇസ്ലാമിലേക്ക് ആദ്യമായി വിശ്വസിച്ച വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. അവർ തൻ്റെ സമ്പത്ത് മുഴുവൻ ദീനിൻ്റെ വഴിയിൽ ചിലവഴിച്ചു. ബഹിഷ്കരണ കാലത്ത് വിശപ്പും കഷ്ടപ്പാടും സഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നു. എന്നാൽ അവർ ഒരു ഭാര്യ മാത്രമല്ലായിരുന്നു, അവർ ഒരു കൂട്ടാളിയായിരുന്നു. അവർ ഒരു ഉമ്മയുടെ സ്ഥാനത്തായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു, ഒരു പിന്തുണയായിരുന്നു. എന്നാൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണവർഷം ആമുൽ ഉസ്ന്, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്നേഹിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പോലും അവരുടെ പേര് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നനവ് പടരുമായിരുന്നു, കണ്ണുനീർത്തുള്ളികൾ ഉറ്റി വീഴുമായിരുന്നു. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് അല്പം അസൂയ തോന്നി. ഏത് സമയവും ഖദീജയെക്കുറിച്ച് മാത്രമെന്താണ് അങ്ങ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നു. ഖദീജ, അതെ, അവർ എൻ്റെ എല്ലാം ആയിരുന്നു. എന്നെ വിശ്വസിച്ചവരാണ് ഖദീജ. അവർ എനിക്ക് പിന്തുണയായി നിന്നപ്പോൾ എല്ലാവരും എതിരായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റമളാനിൽ നമ്മൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതം ഓർക്കുമ്പോൾ നമ്മുടെ വീടുകളിലും അവരുടെ ഗുണങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കണം. എന്താണ് ഗുണങ്ങൾ? അതെ, ഭർത്താവിനെയും കുടുംബത്തെയും നല്ല രീതിയിൽ സ്നേഹിക്കുക, പിന്തുണക്കുക. സമ്പത്തുണ്ടെങ്കിൽ അത് നല്ലതിനായി മാത്രം വിനിയോഗിക്കുക. പ്രതിസന്ധികളിൽ ധൈര്യവും ക്ഷമയും കൊടുക്കുക. ദീനിൻ്റെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കുക. ഇതൊക്കെ നാം നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും നമ്മളിത് പാലിക്കേണ്ടത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പോലെ വിശ്വാസവും സഹനവും ഉള്ളവരാക്കി തീർക്കട്ടെ. ആമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഓർക്കുന്നത് ഒരു വേദനാഭരിത നിമിഷങ്ങളാണ്. ഇത് സാധാരണ ഒരു വേർപാടല്ല. ഇത് പ്രിയപ്പെട്ട ഭാര്യയുടെ വേർപാട്. ഇത് ഇസ്ലാമിൻ്റെ ആദ്യ വിശ്വാസിനിയായ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ വിടവാങ്ങലാണ്. അവരുടെ വേർപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിലുള്ള ദുഃഖമുണ്ടാക്കി. അതെ, ഇറാഖുവയിൽ നിന്ന് വിറച്ച് വീട്ടിലെത്തിയ ആ രാത്രി എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചവർ ആരായിരുന്നു? അത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഒരിക്കലും ഹബീബെ, നിങ്ങൾ അള്ളാഹു കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയത്തെ ആശ്വാസമാക്കി മാറ്റിയ മഹദി ഇന്ന്, അതെ, അവരാണ് ആ രോഗബാധിതയായി കിടക്കുന്നത്. ഇസ്ലാം ആരംഭിച്ചപ്പോൾ എതിർപ്പുകൾ ശക്തമായി. ബഹിഷ്കരണം, വിശപ്പ്, ദാരിദ്ര്യം, അതെല്ലാം സമ്പന്നയായിരുന്ന ഖദീജ ബീവി അത് സഹിക്കുകയായിരുന്നു. വിശപ്പും ക്ഷീണവും അവരുടെ ശരീരം തളർത്തി. ആ രോഗം, ആ ക്ഷീണം അവസാനം അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വേർപെടുത്താൻ പോവുകയായിരുന്നു. ഖദീജ ബീവി കിടക്കയിൽ ക്ഷീണതയായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുത്തിരിക്കുന്നു. ഇതൊരു നബി മാത്രമല്ല, ഇത് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് കൂടിയാണ്. അവർ ജീവിതം മുഴുവൻ പിന്തുണയായി ഹബീബിൻ്റെ കൂടെ നിന്നവർ, എല്ലാവരും എതിർത്ത് നിൽക്കുമ്പോൾ വിശ്വസിച്ചവർ. ഇപ്പോൾ അവർ വിട പറയാൻ തയ്യാറാവുകയാണ്. അപ്പോൾ വഹിയിലൂടെ ഒരു സന്തോഷ വാർത്ത, അതെ, ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അള്ളാഹുവിൻ്റെ ഹബീബേ, ഖദീജ റളിയല്ലാഹു അൻഹക്ക് ജന്നത്തിൽ മുത്തുകൊണ്ട് നിർമ്മിച്ച ഒരു വീടുണ്ട്. അവിടെ ശബ്ദമില്ല, ക്ഷീണമില്ല. അള്ളാഹുവിൻ്റെ സ്നേഹ സമ്മാനം, എത്ര വലിയ ബഹുമാനം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറയുമ്പോഴും അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഖദീജ, നീ പോയാൽ പിന്നെ, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശൂന്യമാകുകയാണ്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം അതാ ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകം വിട്ടു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശൂന്യമായി. ആ വർഷം പിന്നീട് അറിയപ്പെട്ടത് ആമുൽ ഹുസ്ന്, ദുഃഖത്തിൻ്റെ വർഷമെന്നായിരുന്നു. ആ ഭർത്താവിൻ്റെ കണ്ണുനീർ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ആദരിക്കുമായിരുന്നു. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരിക്കൽ അസൂയ തോന്നിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ആയിഷ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഖദീജ എന്നത്, അതെ, അവർ എൻ്റെ എല്ലാം ആയിരുന്നു എന്ന് തന്നെയാണ്. സത്യസ്നേഹം മരിക്കില്ല. സഹധർമ്മിണിയുടെ പിന്തുണ ഒരു മനുഷ്യൻ്റെ ശക്തിയാണ്. ദീനിൻ്റെ വഴിയിൽ ചെയ്ത ത്യാഗം ഒരിക്കലും നഷ്ടമാകില്ല.
ദുഃഖം പോലും അള്ളാഹുവിൻ്റെ പരീക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുഃഖിച്ചു. അതുകൊണ്ടാണ് ദുഃഖവർഷം എന്നതിന് പേര് വന്നതും. യാ അല്ലാ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് നൽകിയ ജന്നത്ത് ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ വീടുകൾ ഖദീജ റളിയല്ലാഹു അൻഹുവിൻ്റെയും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പോലുള്ള സ്നേഹത്താൽ നിറയട്ടെ. ഞങ്ങൾക്ക് വിശ്വാസവും ക്ഷമയും നൽകണമേ റഹ്മാനെ. ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അതെ, നമ്മുടെ ഖദീജ ഉമ്മയുടെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കിടക്കണം അല്ലേ? നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതണം ഇന്ന്, അല്ലാത്തവർ ഫാത്തിഹ ഓതണം ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം അതാ ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഉസ്താദ് ഒരു നിമിഷം, അല്ലാ മാഷാ അല്ലാ, ഷാമോനാണല്ലോ, എത്തിയിട്ടുണ്ടാകും ഒരു പക്ഷേ. എന്നാൽ ഉസ്താദ് അത് പൊതുവേദിയല്ലേ, അവിടെ നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ട് പതുക്കെ അത് സൈലൻ്റ് ആക്കി വെച്ചു. ഖദീജ ബീവിയുടെ ചരിത്രങ്ങളെല്ലാം കേട്ട് അവിടെയുള്ളവരെല്ലാം ശരിക്കും അതെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദനയെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. റബ്ബേ അല്ലാഹ്, എത്രയധികം വേദനിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റി വളർത്തിയ ആ ഒരു മഹാനും അതേ വർഷത്തിൽ തന്നെ മരണപ്പെട്ടത് അത് വല്ലാത്തൊരു ഷോക്കായി മാറി. എന്നാൽ പ്രസംഗം എല്ലാം കഴിഞ്ഞ് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉസ്താദ് അതാ വേദിയിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ ഇറങ്ങി ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ, ഉസ്താദ് അസ്സലാമു അലൈക്കും. ഷാമോനെ എന്തായി? ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്തിയത് വാഫി ഉസ്താദിൻ്റെ അടുത്താണ്. ഇന്ന് വാഫി ഉസ്താദിൻ്റെ പള്ളിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഓക്കെ ഷാമോനെ, ഓക്കെ ഇൻഷാ അല്ലാ. പിന്നെ ഷാമോനെ, എല്ലാം പറഞ്ഞതുപോലെ കേട്ടോ, ഇൻഷാ അല്ലാ പോയി നോക്കണം. എന്നാൽ ഒരിക്കൽ പോലും അറിയുന്നില്ല സൗദ അവിടെ ഉള്ളത്. അതാണെങ്കിൽ വാഫി ഉസ്താദ് പറഞ്ഞതുമില്ല. അങ്ങനെ അതാ ഷമ്മാസിന് നല്ലൊരു സൗകര്യം അദ്ദേഹം ഒരുക്കി കൊടുത്തു. ഇൻഷാ അല്ലാ നമുക്ക് നാളെ സുബഹിന് ശേഷം നടക്കാൻ ഇറങ്ങാം കേട്ടോ. അതുവഴിയൊക്കെ ഇൻഷാ അല്ലാ ആ കൊച്ചുകുടിലും അതിലെ കുട്ടികളെയൊക്കെ കണ്ടാൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും നമുക്ക്. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉസ്താദേ അതെ, കഴിയുന്ന സഹായം എന്താണെന്ന് വെച്ചാൽ ചെയ്തിരിക്കും. അതെ, ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതിനിടയ്ക്ക് അതാ ഭക്ഷണവുമായി ഉസ്താദ് അപ്പുറത്തെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ഷമ്മാസ് കണ്ടു. വാതിലിൽ പതുക്കെ മുട്ടുന്നു. ഉസ്താദ് വാതിൽ മുട്ടുന്നത് ഷമ്മാസ് ശ്രദ്ധിച്ചു. ഉസ്താദ് വീണ്ടും മുട്ടിയപ്പോൾ ആ വാതിൽ പതുക്കെ ഒന്ന് തുറന്നു. ഇത് ഭക്ഷണം, ഇത് കഴിച്ചോളൂ. ഷമ്മാസ് എന്താണെന്ന് ഏതാണെന്ന് ചോദിച്ചില്ല. കാരണം അത് ഇനിയിപ്പോൾ ഒരു പക്ഷേ ഉസ്താദിൻ്റെ ഭാര്യയാണോ എന്ന് വരെ ഷമ്മാസ് വിചാരിച്ചു. ഉസ്താദ് ഷമ്മാസിനോട് അത് തുറന്നു പറയുമോ? സൗദിയുടെ കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.